ഹലോ, ക്യാഷ് റെഡി ആയോടി? ആ, റെഡി ആയടി. വരാൻ താമസിക്കരുതേ. എന്നാ ശരിയടി. മോളെ ഗീതു, നീ ഉറക്കം എഴുന്നേറ്റോ? ആ, എഴുന്നേറ്റമ്മേ. മോളെ, മേശമേൽ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ചോളാം അമ്മേ. തണുത്തു പോകും മുമ്പേ കുടിക്കും മോളെ. ഓ ശരി അമ്മേ. അച്ഛൻ എവിടെയാ? പുറത്തേ, അച്ഛൻ ഓട്ടോയെ കുളിപ്പിക്കുക. ഓ ഓ അപ്പടി അഴുക്കാണല്ലോ. എടിയേ, നല്ല ചൂട് കാപ്പിയും കൊണ്ടുവന്നേ. ദേ ഇപ്പൊ കൊണ്ടുവരാം. ഇന്നല്ലേ CC അടയ്ക്കാനുള്ള അവസാന തീയതി? അതെ, ഇന്ന് തന്നെ. പിന്നെ CC അടയ്ക്കാനുള്ള കാശ് ഇന്നലെ തന്നെ ഞാൻ റെഡിയാക്കി. നമ്മുടെ ഓട്ടോ സജി ഇല്ലേ, അവനോട് ചോദിച്ചു. രൂപ എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്. ആശ്വാസമായി. അല്ലെങ്കിൽ അന്നത്തെ പോലെ ലോൺകാർ വന്ന് വഴക്കുണ്ടാക്കിയാലോ? നിനക്ക് ആ പേടി മാറിയില്ലേ? അമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഇന്ന് ഞാൻ വൈകിയേ വരൂ. അതെന്താ മോളെ? കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. മോളെ, സൂക്ഷിച്ചു പോണേ. ദേ, മോള് പറഞ്ഞ കാര്യം എന്തായി? എടി, എന്റെ മോളുടെ കാര്യം ഞാൻ മറക്കുമോ? അതെനിക്കറിയാമല്ലോ. അവൾ എന്താ നിങ്ങളെ മനസ്സിലാക്കാത്തത്? അവൾ കുഞ്ഞല്ലേ എടി. അതെ, ഇപ്പോഴും അപ്പന്റെ കുഞ്ഞുവാവയല്ലേ? അതേടി, അവൾ എത്ര വളർന്നാലും നമ്മളെ കുഞ്ഞവ തന്നെയാ. കാശ് വാങ്ങാൻ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. മുമ്പത്തെ പോലെ ആകരുത്. ഒരു എക്സ്ക്യൂസും കേൾക്കില്ല. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാശ് റെഡിയാണ്. ഇല്ലെങ്കിൽ സാറിന് വണ്ടി കൊണ്ടുപോകാം. എന്നാൽ ശരി, ഞാൻ ഉടനെ വരാം. ആരാ വിളിച്ചത്? അത് ലോണുകാരാ. കഴിഞ്ഞ തവണ ലോൺ അടയ്ക്കാൻ വെച്ച കാശെടുത്ത് മകളുടെ കോളേജ് ഫീസ് അടച്ചത് ഓർമ്മയില്ലേ? അയ്യോ, അന്ന് എന്ത് ബഹളമായിരുന്നു. ഓ, ലോൺ അടച്ചില്ലെങ്കിൽ അവർ ബഹളം വയ്ക്കും. അതവരുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ കാശ് കരുതി വെച്ചത്. നീ അകത്ത് ചെന്ന് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കാശ് എടുത്തോണ്ട് വന്നേ, അവരിപ്പോ വരും. ശരി കർത്താവേ, എന്ന് തീരുമോ ഈ കഷ്ടപ്പാടുകൾ? നമ്മുടെയൊക്കെ കഷ്ടത മാറാൻ ദൈവം ഒരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദേ, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഷർട്ടിൽ തന്നെയാണോ കാശിട്ടത്? അതേടി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിൽ കാശൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഇനി എന്തു ചെയ്യും? എന്റെ ദൈവമേ, ഇവിടെ ആരും ഇല്ലേ? സാർ, അകത്ത് കയറിയിരിക്കണം. കയറിയിരിക്കാനൊന്നും സമയമല്ലേ ചേട്ടാ. അടുത്ത കുറെ വീടുകളിൽ പോകാനുള്ളതാ. നിങ്ങൾ ക്യാഷ് എടുക്ക്. സാർ, അത് പിന്നെ? ഏത് പിന്നെ? ക്യാഷ് എടുക്കണം മിസ്റ്റർ. കാശ് കാണാനില്ല സാർ. ഒരവധി കൂടെ. കൊള്ളാം ചേട്ടാ, നിങ്ങളുടെ പുതിയ നാടകം. രാവിലെ നിങ്ങൾ എന്താ പറഞ്ഞത്? കാശ് തന്നില്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകാനല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? എത്ര അവധി തരണം? ഇനി ഇതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ വണ്ടി കൊണ്ടുപോകും. സാർ, അങ്ങനെ പറയല്ലേ. പിന്നെ കാശ് റെഡിയാകുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് വണ്ടി എടുത്തു. നാശം, ഇങ്ങനെ കുറെ ആൾക്കാർ സമയം മെനക്കെടുത്താൻ. എടി, ഞാനേ പുതിയൊരു ഫോൺ വാങ്ങി. നീയോ? ആ, അത് കൊള്ളാലോടി. അതിന് കാശ് എവിടെ നിന്നാ? അത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു. അങ്ങനെ നിനക്ക് ഫോൺ കിട്ടിയല്ലേ? സന്തോഷായില്ലേ? നിനക്ക് അടിച്ച് പൊളിക്കാലോ അല്ലേ? ദാ ഒരു ഓട്ടോ വരുന്നു. പിന്നെ ശരിയടി. ആ ശരിയടി. അല്ലേ, എങ്ങോട്ടാ? പച്ചക്കാട്.
ഇവിടെ നിർത്തണേ. അമ്മേ, 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 ഈ അമ്മ ഇതെവിടെ പോയി? അമ്മേ, 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 അമ്മേ. മോളെ മോളെ നീ അറിഞ്ഞില്ലേ? നിന്റെ അച്ഛന് നെഞ്ചുവേദനയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതേ ഉള്ളൂ. കാശ് കളഞ്ഞു പോയതിനാൽ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. CC കാർ ഓട്ടോറിക്ഷ കൊണ്ടുപോയി. ആ വിഷമത്തിലാണ് രാജൻ ചേട്ടൻ. ഞാൻ കാരണമാണ് എന്റെ അച്ഛൻ ഈ ഗതി വന്നത്. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ അച്ഛനൊന്നും വരുത്തരുത്. അച്ഛാ, അച്ഛാ. എന്തൊക്കെ ചിന്തകളാണ് എന്റെ മനസ്സിലൂടെ കടന്നു പോയത്. ദൈവമേ, ഞാൻ ക്യാഷ് മോഷ്ടിച്ചിരുന്നുവെങ്കിൽ. എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. മോൾക്ക് ഫോൺ വാങ്ങാനായി കുറച്ച് പൈസ ഷർട്ടിന്റെ പോക്കറ്റിൽ അച്ഛൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ലോൺ അടയ്ക്കാനോ? അത് ഞാൻ ഇന്നലെ അടച്ചു മോളെ. അച്ഛ, എനിക്കിപ്പോ ഈ ഫോൺ മതി. ജോലിയൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചോളാം. എന്താ രണ്ടുപേരും ഒരു കുശലം പറിച്ചു? അതെ, ഞാൻ എന്റെ മോളും തമ്മിലുള്ള സീക്രട്ടാ.